സഭയ്ക്കകത്തായാലും പുറത്തായാലും പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും നുണ പറയാതിരിക്കാൻ സതീഷിന് പറ്റില്ല എന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നിരന്തരം നുണ പറഞ്ഞ സതീഷിൻ്റെ നുണകൾ ഓരോന്നും വസ്തുത നിരത്തി പൊളിച്ചെടുക്കാൻ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കിയപ്പോൾ അവ ഓരോന്നും റിപ്പോർട്ട് എടുപ്പിച്ച് പൂട്ടിച്ച മഹാനാണ് സതീശൻ. താൻ മുമ്പ് പറഞ്ഞ കാര്യം ലൈവിലുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നുണ പറഞ്ഞാൽ അത് പിടിക്കപ്പെടുമെന്ന സങ്കോചമോ ആശങ്കയോ സതീശനുണ്ടായിരുന്നില്ല. അത്രമേൽ തൻ്റെ നുണകൾ മാത്രം ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു മൂപ്പര്. ആ നുണകളുടെ ചിറകിലേറി അധികാരത്തിൽ വന്ന സതീശൻ ഇപ്പോഴും അതിനൊരു കുറവും വരുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും സോവിയറ്റ് യൂണിയനെ കുറിച്ചെല്ലാം വാചാലമായപ്പോൾ മൂപ്പര് ആ പതിവ് തെറ്റിച്ചില്ല. അതോ എല്ലാം പഠിച്ചു പറയുന്ന ഈ മഹാന് ചരിത്രത്തിൽ അരപ്പണത്തൂക്കം വിവരമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പറഞ്ഞത് മൊത്തം വിഡിത്തങ്ങളായിരുന്നു. അതിനെയാണ് SFI നേതാവും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കിയ സഖാവ് നിതീഷ് നാരായണൻ വസ്തുതകൾ ഒന്നൊന്നായിട്ട് നിരത്തി പൊളിച്ചടുക്കിയത്. VD സതീശൻ പറയുന്ന എല്ലാ നുണകളെയും ചരിത്രവിരുദ്ധതയെയും ഇതുപോലെ വീഡിയോ ഉണ്ടാക്കി തുറന്നു കാട്ടുക എന്നുള്ളത് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാചകത്തിലും ഓരോ വീഡിയോ ചിലപ്പോൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും. അത്രത്തോളം ചരിത്രവിരുദ്ധതയും സത്യരാഹിത്യവും ചേർന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ നിയമസഭ മിക്കവാറും ഈ സഭയുടെ കാലാവധി കഴിയുമ്പോൾ സഭാരേഖകൾ പെരുംനുണകൾ കുത്തി നിറക്കപ്പെട്ടിട്ടുള്ള ഒന്നായിട്ട് മാറും എന്നുള്ളതാണ് ഒരാശങ്ക. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം സഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നുണകളെ കുറിച്ച് ഞാൻ അതിശയപ്പെടുകയായിരുന്നു. അതിനെല്ലാം കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ തുടർച്ചയായ 3 പരാമർശങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചത് ഇതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി ഇന്ത്യയിൽ 1947. 48 നിങ്ങളെടുത്ത തീരുമാനം എന്താ? കൽക്കട്ട തീസിസ് എന്താ തീരുമാനം? നാട് മുഴുവൻ അട്ടിമറിക്കാൻ, അല്ലെ? പാവപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ അട്ടിമറിക്കാൻ, ബോംബ് വെച്ച് അട്ടിമറിക്കാൻ, സായുധ വിപ്ലവം നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ കൽക്കട്ട തീസിസ് നടപ്പാക്കി രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ബാലാരിഷ്ടതകളിൽ നിന്ന് വിങ്ങുമ്പോൾ ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടി മരിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ, PL-480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ, അതിൽ ആദ്യം അദ്ദേഹം പറയുന്നത് ഇന്ത്യ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് മാറിയപ്പോൾ, ജനാധിപത്യ ഭരണക്രമം ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ അതിനെ എതിർത്തവരായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് ആയിരുന്നു. ഒന്ന്, അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1952 അതുവരെ ഇന്ത്യയിലൊരു ജനാധിപത്യ ഘടനയും ജനാധിപത്യ ക്രമവും ഉണ്ടായിരുന്നില്ല. അത് സ്വാഭാവികവുമായിരിക്കാം. എന്നാൽ കോൺഗ്രസിന്റെ ഭരണത്തെ എതിർത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യസ്നേഹമില്ലാത്തവരാണ് എന്ന് VD സതീശൻ പറയുന്ന അതേ ന്യായമെടുത്താൽ അതേ കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടയാളല്ലേ മഹാത്മാഗാന്ധി? കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്നും കോൺഗ്രസിൽ ഉണ്ടായി വരുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകളെയും സ്വജനപക്ഷവാദത്തെയും തെറ്റായിട്ടുള്ള പ്രവണതകളെയും എല്ലാം ചൂണ്ടിക്കാട്ടുകയും ചെയ്ത ആളാണ് ഗാന്ധി. ഗാന്ധിയുടെ അവസാനത്തെ എഴുത്തുകൾ തന്നെ, അവസാനത്തെ ആഗ്രഹങ്ങൾ തന്നെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പിരിച്ചുവിടപ്പെട്ട് അതൊരു സാമൂഹ്യ സന്നദ്ധ സംഘടനയായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു. ആ ഗാന്ധിയും രാജ്യദ്രോഹികളാണ് എന്ന് VD സതീശൻ പറയുമോ? മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലാകെ വലിയ കലാപങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ ട്രെയിനുകളും ജനങ്ങളെയും എല്ലാം ആക്രമിച്ച് വലിയ കുഴപ്പം സൃഷ്ടിക്കുകയായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ്. VD സതീശൻ മുയ്യാരത്ത് ശങ്കരൻ എന്ന പേര് കേട്ടിട്ടുണ്ടാകും. മുയ്യാരത്ത് ശങ്കരനെ കൊല്ലുന്നത് ബ്രിട്ടീഷുകാരല്ല. മുയ്യാരത്ത് ശങ്കരനെ കൊല്ലുന്നത് കോൺഗ്രസിന്റെ ഗുണ്ടകളും കോൺഗ്രസിന്റെ പോലീസും ചേർന്നിട്ടായിരുന്നു. എന്താണ് മുയ്യാരത്ത് ശങ്കരൻ ചെയ്ത കുറ്റം? ഇന്ത്യയിൽ പുതിയൊരു ഭരണം വരുമ്പോൾ അത് ഇന്ത്യയിലെ ഭൂപ്രഭുക്കന്മാരുടെയും ജന്മിമാരുടെയും കോർപ്പറേറ്റുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായിട്ട് മാറരുത്, മറിച്ച് ഈ നാട്ടിലെ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും മർദ്ദിതരായിട്ടുള്ള മനുഷ്യരുടെയും ഒരു അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നയാളാണ് മുയ്യാരത്ത് ശങ്കരൻ. അദ്ദേഹം മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ആളുകളായിരുന്നു. മുയ്യാരത്ത് ശങ്കരനെ കൊന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് ആണ്. 1951 സേലം ജയിലിൽ വെടിവെപ്പ് നടത്തി 22 പേരെ കൊന്നുകളഞ്ഞത് കോൺഗ്രസ് ആണ്. മുനയൻകുന്നിൽ 6 പേരെ, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുള്ള നെല്ല് എടുത്ത് വിതരണം ചെയ്ത്
പട്ടിണി മാറ്റാൻ സമരം ചെയ്ത 6 പേരെ വെടിവെച്ച് കൊന്നത് മുനിയൻകുന്നിൽ 1948 മെയ് മാസം 1-ാം തീയതി കോൺഗ്രസിന്റെ ഭരണകൂടമായിരുന്നു. ആരൊക്കെയാണോ കോൺഗ്രസിന്റെ നയങ്ങൾ എതിർത്തത്, ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിതാനുഭവമാക്കിയിട്ട് സ്വാതന്ത്ര്യത്തെ മാറ്റണം എന്ന് ആരൊക്കെയാണോ ആവശ്യപ്പെട്ടത്, അവരെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് തയ്യാറായിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാതിരിക്കാൻ ആണ് അന്നത്തെ കോൺഗ്രസിന്റെ ഭരണകൂടം ശ്രമിച്ചിരുന്നത്. ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടിമരിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ PL-480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ PL-480 കപ്പൽ, ആ കപ്പൽ അമേരിക്കയുടെ കപ്പലായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് ഭക്ഷ്യധാന്യവുമായിട്ട് വന്ന മറ്റൊരു കപ്പലുണ്ട് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കണം. അത് സോവിയറ്റ് യൂണിയൻ അയച്ച, സ്റ്റാലിൻ അയച്ചിട്ടുള്ള കപ്പലായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിനെ തുടർന്ന് ഇന്ത്യയിലാകെ വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്. ബംഗാൾ ഫാമിനിൽ മാത്രം 30 ലക്ഷത്തോളം ആളുകളാണ് മരിച്ചത് എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യ വലിയ കൊടും പട്ടിണിയിലേക്ക് തള്ളിവിടപ്പെട്ടിട്ടുള്ള ഒരു കാലം, മനുഷ്യർ പട്ടിണി കടന്ന് മരിച്ചിരുന്ന ഒരു കാലം. VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ലോകത്തിന് മുന്നിൽ ഇന്ത്യ കൈനീട്ടിയിരുന്ന ഒരു കാലം. അന്ന് ഇന്ത്യയിലേക്ക് ഭക്ഷ്യധാന്യം അയക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ മടിച്ചപ്പോൾ, അതിലെ ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഒരു മടിയുമില്ലാതെ, ഒരു രേഖകൾക്കും കാത്തു നിൽക്കാതെ ഇന്ത്യയിലേക്ക് ഭക്ഷണം അയക്കണം എന്ന് ഉത്തരവിട്ട ഭരണാധികാരിയായിരുന്നു സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ എന്നുള്ളത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുമായിട്ട് ചേരുന്നു എന്ന് കാണുമ്പോഴാണ്, അങ്ങനെ ഒരു സൗഹൃദം രൂപപ്പെടുന്നു എന്ന് കണ്ടതിനെ തുടർന്നിട്ടാണ് VD സതീശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കപ്പൽ 1950 ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത്. ചരിത്രം പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് അതിനെ വികൃതമാക്കാതിരിക്കുകയെങ്കിലും ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.